നമ്മളിവിടെ ഇന്ന് ഈസി ആയിട്ട് പാസ്ത റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ വീറ്റ് പാസ്ത എടുത്തിട്ടുണ്ട്, ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ നമുക്ക് വേണം, ഇച്ചിരി പാല് നമുക്ക് വേണം, സോയാ സോസും ഗ്രീൻ ചില്ലി സോസും നമുക്ക് വേണം. നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിനകത്ത് ഉപ്പിടണം. നമുക്കൊരു സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വീറ്റ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പാസ്ത ഇടാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പാസ്ത നന്നായിട്ട് ഇതിനകത്ത് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതൊരു സ്ട്രെയിനറിനകത്ത് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. അതവിടെ തണുക്കട്ടെ. നമുക്ക് ഈ പാസ്തയ്ക്കായി ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് നമ്മളൊരു സ്പൂൺ ബട്ടർ എടുത്ത് ഇതിനകത്ത് ഉരുക്കണം. നമ്മുടെ ബട്ടർ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒരു സ്പൂൺ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്പൂൺ സോയാ സോസ് ഒഴിക്കാം, ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറുകി വരാനായിട്ട് കുറച്ച് പാൽ അതിനകത്ത് ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊരു ക്രീമി വൈറ്റ് സോസായിട്ട് ആക്കിയെടുക്കാം. നമ്മുടെ ഈ സോസ് ഇച്ചിരി കട്ടിയാണെങ്കിൽ നമുക്കത് ലൂസാക്കാൻ അതിനകത്തൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. നമുക്കിനിയും ഇതിനകത്ത് ഈ തണുത്ത പാസ്ത ഇതിനകത്തോട്ടിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതൊരു വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.